ഇന്നൊരു ചില്ലറ എണ്ണൽ വീഡിയോ ആണ്. ഞാനിപ്പോൾ പതിവായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒക്കെ ചില്ലറ എണ്ണാറുണ്ട്. കാരണം ഞങ്ങൾക്ക് സ്കൂളിൻ്റെ അവിടെ ഹസ്ബൻഡിനൊരു ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചില്ലറ പൈസകളുണ്ടാവും. എത്രയൊക്കെ നോട്ട്സ് കൊടുത്താലും അതിനിടയിൽ ഒരുപാട് ചില്ലറ പൈസ ഉണ്ടാവും. 8 മുതൽ +2 വരെ പഠിക്കുന്ന സ്കൂളിനടുത്താണ് ഇപ്പോൾ PKM ഇവിടെ കോട്ടയ്ക്കൽ PKM കോളേജ് കഴിഞ്ഞിട്ട് ഉള്ള അവിടെയാണ് നമുക്ക് ഷോപ്പുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചില്ലറ പൈസ എണ്ണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ്. കാരണം ഇതിൽ 1 രൂപ മുതൽ 50 പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 1 രൂപ മുതൽ 20 രൂപയുടെ ചില്ലറ വരെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓരോന്നും ഓരോ ബോക്സിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് എത്ര ഉണ്ടെന്ന് നോക്കുക. കാരണം അങ്ങനെ ചെയ്യണം. 1 രൂപ മാത്രം, അതുപോലെ 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ. അപ്പോൾ 10ഉം 5ഉം അതുപോലെ തന്നെ 1ഉം 2ഉം ഒക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. 20ൻ്റെ ഒരു 11 12 കോയിനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇത് ചില്ലറകൾ ഇങ്ങനെ എണ്ണുന്നതിനിടയിൽ എൻ്റെ മോനും ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് എണ്ണുന്ന സമയം എത്രയെന്ന് വെച്ചാൽ രാത്രി 12 മണിക്കാണ്. അപ്പോൾ അവനും കൂടെ എന്നെ സഹായിച്ചതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പരിപാടി തീർന്നു. ആദ്യം എനിക്ക് ഭയങ്കര റിസ്ക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ എണ്ണി അതൊരു ശീലമായി. നല്ല രസമാണ് ഇതിലിങ്ങനെ കളിച്ച് നിൽക്കാൻ. ഇങ്ങനെ അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 5 രൂപ എത്ര ഉണ്ട്, അതുപോലെ തന്നെ 10 രൂപ എത്ര ഉണ്ട്, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ കവറിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു നീക്കിയിരിപ്പും എടുക്കും കേട്ടോ. അപ്പോൾ 3000 സംതിങ് 3205 രൂപ ഉണ്ടായിരുന്നെങ്കിലും 2940 രൂപ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു കാൽക്കുലേഷനിൽ ഞാൻ അങ്ങോട്ട് ചെയ്യും. കാരണം 441 രൂപ 1 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 400 രൂപയെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 40 രൂപ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 രൂപ ഒരാളുടെ നിന്ന് എടുക്കുക പോലും സ്വന്തം നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്നായാൽ പോലും അത് കണക്ക് തന്നെയാണെന്നാണ് പറയുക. അപ്പോൾ ഞാൻ 1 രൂപ ഇതിൽ നിന്ന് എടുത്താൽ പോലും ഹസ്ബൻഡിനോട് പറയാറുണ്ട്. പക്ഷേ ഞാൻ നന്നായിട്ട് മുക്കും കേട്ടോ. മുക്കെന്ന് വെച്ച് ഞാൻ പറയും എനിക്ക് ഇത്ര ചില്ലറ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുക്കി വയ്ക്കും. അത് കുട്ടികളുടെ തൊണ്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കും കൊടുക്കും, ഞാനും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളിലേക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയല്ലേ, ചില്ലറയായാലും നോട്ടായാലും ഒരേ ഉപകാരം നമുക്ക് നടക്കും. ഇപ്പോൾ പിന്നെ ബസ്സിനൊന്നും സ്കൂട്ടിയിലായതുകൊണ്ട് തന്നെ ചില്ലറയുടെ ആവശ്യം കൂടുതലില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ രാത്രി 1 മണി ആവാറായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ. ഇനി ഞങ്ങൾ കിടക്കട്ടെ, പിന്നെ കാണാം.